പ്രസിഡന്റായിരുന്ന ശ്രീ ടി ഉണ്ണികൃഷ്ണനെ കോൺഗ്രസും UDF-ഉം BJP-യും ചേർന്ന് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയിരിക്കുകയാണ്. ഇതിന് ന്യായീകരിക്കാൻ വേണ്ടി UDF-ഉം BJP-യും ശ്രമിച്ചുകൊണ്ട് അവര് സ്വയം പരിഹാസ്യരായിട്ട് തീരുകയാണ്. ഇവര് തമ്മിലുള്ള അവിശുദ്ധ സഖ്യം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേ ഉള്ളതാണ്. അന്നേ ഞങ്ങൾ ആരോപണം ഉന്നയിച്ചതാണ് 1-14 വാർഡുകളിൽ വളരെ പ്രത്യക്ഷമായിട്ടും മറ്റു വാർഡുകളിലൊക്കെ തന്നെ പരോക്ഷമായിട്ടും ഈ സഖ്യമാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചിട്ടുള്ളത്. പിന്നീട് ഭരണസമിതി നിലവിൽ വന്നപ്പോൾ BJP-യും UDF-ഉം തമ്മിലുള്ള സഖ്യങ്ങൾ പല സമയത്തും പ്രകടമായിട്ട് വരികയില്ല. ഏറ്റവും പ്രകടമായിട്ട് പറയാവുന്നത് NRETS-ന്റെ അക്കൗണ്ടന്റുമാരുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് യോഗ്യരായിട്ടുള്ള ലീഗ് നേതാവിനെ മാറ്റി നിർത്തി അതിലേക്ക് RSS-കാരന്റെ പേര് കുത്തിക്കയറ്റാൻ വേണ്ടി അന്ന് UDF നേതൃത്വം നടത്തിയ ശ്രമങ്ങൾ LDF-ന്റെ നേതൃത്വത്തിലും ഭരണസമിതി പ്രസിഡന്റായ ഉണ്ണിയുടെ നേതൃത്വത്തില് ശക്തമായിട്ട് എതിർത്തിട്ടാണ് അന്ന് ലീഗ് നേതാവിന് അദ്ദേഹത്തിന് യോഗ്യമായിട്ടുള്ള ജോലി ലഭിക്കുന്നത്. അത് മാത്രമല്ല, ഈ ജലജീവൻ മിഷന്റെ മേറ്റുമാരുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് UDF BJP-കാരനെ അതിൽ തിരികെ കയറ്റാൻ വേണ്ടി ശ്രമിച്ചു. അതിശക്തമായിട്ട് നമ്മുടെ ബോർഡില് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ LDF-ന്റെ ഭരണസമിതി അംഗങ്ങൾ ഇടപെട്ടിട്ടു. UDF അംഗങ്ങൾ അതിലൊരു BJP-കാരനെ തിരികെ കയറ്റുകയുണ്ടായി. ഇങ്ങനെ ഒരുപാട് നീക്കങ്ങൾ വലിയ രീതിയിൽ RSS-ഉമായിട്ട് സഹകരിച്ചുകൊണ്ട് ബോർഡിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ ഇവരെ ഐക്യപ്പെട്ടുകൊണ്ട് നടത്തുകയാണുണ്ട്. അങ്ങനെ യോജിച്ച തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് BJP അംഗത്തിന്റെ കൂടി പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത്. ഇപ്പൊ BJP എന്താ പറയുന്നത്? ഞങ്ങൾ വിപ്പ് കൊടുത്തു എന്നൊക്കെയാണ്. ഞങ്ങൾ ചോദിക്കട്ടെ, ഈ BJP-യുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീമാൻ ഹരിദാസന്റെ പഞ്ചായത്താണ് കൊപ്പം പഞ്ചായത്ത്. ഈ BJP-യുടെ നേതൃത്വം ഒരു വിപ്പ് കൊടുക്കാൻ പോലും അറിയാത്ത വിധത്തിൽ വിവരം കെട്ടവരാണ് എന്ന് സ്വയം നിങ്ങൾ പറയുകയാണോ എന്നാണ് സംശയം. BJP-ക്ക് ആദ്യമായിട്ടാണ് കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ ഒരു സീറ്റ് കിട്ടുന്നത്. അത് UDF-ഉമായിട്ട് സഹകരിച്ചിട്ടാണ് എന്നുള്ളത് അതിന്റെ വേറൊരു വശം. ആ BJP അംഗത്തിനെ പോലും നിലനിർത്താൻ കഴിയാത്ത രീതിയിൽ കഴിവുകെട്ട നേതൃത്വമാണോ BJP-യുടെ എന്ന് ഞങ്ങൾ പരസ്യമായിട്ട് ചോദിക്കുകയാണ്. ഇവിടെ വളരെ വ്യക്തമാണ്. അഭിലാഷാണ് ഇതിൽ സത്യസന്ധൻ കുറച്ചെങ്കിലും. കാരണം അഭിലാഷ് വളരെ കൃത്യമായി പത്രക്കാരോട് ഇന്നലെ പറഞ്ഞു, ഞാൻ പാർട്ടി തീരുമാനമാണ് നടപ്പിലാക്കുന്നത്. BJP-യും UDF-ഉം കൂടി ചേർന്നുണ്ടാക്കിയിട്ടുള്ള നാടകമാണ്, തിരക്കഥയാണ് ഇത്. അത് വളരെ ഫലപ്രദമായി അവര് നടപ്പാക്കി എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം. UDF-ഉം BJP-യും എന്നും എത്ര ന്യായീകരിച്ചാലും ഇത് ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. ഞങ്ങൾ ഒന്നേ പറയുന്നുള്ളൂ, ഈ അവിശുദ്ധമായിട്ടുള്ള അവിശ്വാസം പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കൊണ്ടുവന്ന് വിജയിച്ചുവെങ്കിൽ ഒപ്പം പഞ്ചായത്തിലെ ജനങ്ങളുടെ വിശ്വാസം പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുകയാണ്. ഈ കൊടിയ വഞ്ചനയ്ക്കെതിരായി, ജനദ്രോഹത്തിനെതിരായിട്ട് 1000 പണമുള്ള പാമ്പായി UDF-ന് നാളെ ഈ ജനരോഷം തിരിച്ചു കുത്തും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവുമുണ്ട്. ഇന്നലെ ഉണ്ടായ അവിശ്വാസ പ്രമേയത്തിന്റെ രാഷ്ട്രീയ വശങ്ങളൊക്കെ CPM-ന്റെ ഏരിയ ജില്ലാ നേതാക്കൾ ഇന്നലെ പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചു. ഞങ്ങൾ ഇന്നിവിടെ എത്താൻ കാരണം, നമുക്കറിയാം, ഇന്നലെ UDF-ന്റെ നേതാക്കൾ നമ്മുടെ മാധ്യമങ്ങളുടെ മുന്നിൽ നമ്മുടെ കൊപ്പത്തെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കിക്കൊണ്ട് പച്ച നുണ പ്രചരിപ്പിക്കുകയുണ്ടായി. ഇത് പുണ്യമായ റംസാൻ മാസമാണ്. ലീഗിന്റെ പ്രമുഖരായ 2 നേതാക്കൾ വെറും ലീഗിന്റെ നേതാക്കൾ മാത്രമല്ല, അറിയപ്പെടുന്ന ഒരു മത സാമുദായിക നേതാക്കൾ പോലുമാണ്. അവർ ഇടം വലം ഇരുന്നു കൊണ്ടാണ് ഒരു യാഥാർത്ഥ്യവുമില്ലാത്ത പച്ച നുണ ഈ നാട്ടിലെ ജനങ്ങളോടും പത്രക്കാരോടും വിളിച്ചു പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, BJP-യും CPM-ഉമാണ് ഇവിടെ ധാരണയിലെന്നാണ്. അവരുടെ ലീഗിന്റെ പ്രൊഫൈലുകൾ ഫേസ്ബുക്ക്, വാട്സപ്പിൽ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നത് BJP-യുടെ പിന്തുണയോടുകൂടിയാണ് T ഉണ്ണികൃഷ്ണൻ കൊപ്പത്ത് ഇതുവരെ പ്രസിഡന്റായി ഇരുന്നത് എന്നാണ്. നിങ്ങൾ പത്രക്കാർക്കറിയാം, കൊപ്പത്തെ ജനത്തിനറിയാം. 8 UDF-ഉം 8 LDF-ഉം ഒരു BJP അംഗവുമാണ് കൊപ്പം പഞ്ചായത്തിലുള്ളത്.
ഇതിൽ BJP അംഗം വിട്ടുനിന്നതിന്റെ ഭാഗമായി UDF-ലെ MC അസീസും CPIM-ലെ T ഉണ്ണികൃഷ്ണനും മത്സരിക്കുകയും തുല്യം വോട്ട് വന്നതിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ T ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ് ആവുകയുമാണ് ഉണ്ടായത്. എന്ത് നുണയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്? അതുമാത്രമല്ല, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ CPM-ലെ K ബീനയും കോൺഗ്രസിലെ പുണ്യ സതീഷും മത്സരിച്ചു. തുല്യമായി വോട്ട് വന്നു. നറുക്കെടുപ്പിലൂടെ പുണ്യ സതീഷ് വൈസ് പ്രസിഡന്റായി. കോൺഗ്രസിലെ പുണ്യ സതീഷ് BJP-യുടെ പിന്തുണയോടുകൂടിയാണ് ഇത്രകാലം വൈസ് പ്രസിഡന്റ് ആയത് എന്ന് ഇവർ പ്രചരിപ്പിക്കുമോ? ഈ ലീഗിന്റെ പ്രൊഫൈലുകൾ, ലീഗിന്റെ നേതാക്കൾ, അത് ചോദിക്കാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുകയാണ്. മാത്രമല്ല, ഇവർ പറയുന്നത് CPM-ഉം BJP-യും അവിശുദ്ധ സഖ്യം നടത്തി. അതിന്റെ ക്ലിപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയുക. ഇവരെടുത്ത ആകെ ഉള്ള ക്ലിപ്പ് ഇവിടെ BJP നേതാക്കൾ, BJP ജില്ലാ പ്രസിഡന്റിന്റെ ഒപ്പുവെച്ചിട്ടുള്ള ഒരു വിപ്പിന്റെ നോട്ടീസാണ്. ഇവരുടെ കയ്യിലുള്ള ആകെ തെളിവായിട്ട്. ഈ വിപ്പിന്റെ നോട്ടീസ് BJP-യുടെ അംഗത്തിന് കിട്ടുന്നതിനേക്കാൾ മുമ്പ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കിട്ടി? ഇവര് തമ്മിലുള്ള അന്തർധാര അവിടെ നമ്മൾക്ക് തെളിവായിട്ടില്ലേ? അവരുടെ വിപ്പ് കിട്ടുന്നത് ആദ്യം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കാ. എന്നിട്ട് ആ വിപ്പ് കാട്ടിയിട്ടാണ് അവരുടെ അടുത്ത് ക്ലിപ്പ് ഉണ്ട് എന്ന് പറയുന്നത്. ഞങ്ങളുടെ അടുത്ത് ക്ലിപ്പൊന്നുമില്ല. ഞങ്ങളുടെ അടുത്ത് ഈ BJP-ക്കാരും UDF-കാരും ചർച്ച നടത്തിയതിന്റെ ക്ലിപ്പില്ല. കാരണം ഞങ്ങൾക്ക് അവരായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലിപ്പ് കിട്ടില്ല. ഞങ്ങളുടെ അടുത്ത് ഒരു വോയിസ് ഉണ്ട്. ആ വോയിസ് എന്താണെന്ന് അറിയോ? കഴിഞ്ഞ NREGS നിയമനവുമായി ബന്ധപ്പെട്ട് രാമദാസൻ മാഷി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ വോയിസ് ആണ്. നിങ്ങൾ പത്രക്കാർ ഇത് നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം, കേൾപ്പിച്ചു കൊടുക്കണം. എന്താണ് അത്? കൃത്യമായി പറയുന്നു. ഞങ്ങൾ BJP-യുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. BJP-യുടെ വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമം നടത്തിയിട്ടുണ്ട്. അതൊരു MC അസീസോ രാമദാസൻ മാഷോ മാത്രമല്ല, UDF-ന്റെ എല്ലാ നേതാക്കന്മാരും അറിഞ്ഞുകൊണ്ടാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വോയിസ് ഞങ്ങൾ നിങ്ങൾക്ക് തരാം. ആ വോയിസിൽ കൃത്യമായി പറയാം. ആ വോയിസ് ആണിത്. ഇത് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരാം. BJP-യുടെ വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടി ഇവർ ചർച്ച നടത്തിയിട്ടുണ്ട്, ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാവാണ്. NRGS-ന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഒരു യൂത്ത് ലീഗിന്റെ നേതാവ്, പുതിയ റോഡിലെ പ്രധാനപ്പെട്ട യൂത്ത് ലീഗിന്റെ നേതാവ് ഷെഫീഖ് ഇന്റർവ്യൂ ബോർഡിൽ മാർക്ക് കൂടുതൽ, ആ ലിസ്റ്റിൽ മാർക്ക് കൂടുതലുള്ള യൂത്ത് ലീഗിന്റെ നേതാവ് ഇപ്പുറത്തുള്ളപ്പോഴാണ് ആ ലിസ്റ്റിൽ ഏറ്റവും മാർക്ക് കുറഞ്ഞ അഭിജിത്ത് എന്ന് പറയുന്ന BJP RSS പ്രവർത്തകന് വേണ്ടി രാമദാസൻ മാഷ് പ്രപ്പോസൽ വെക്കുന്നത് ബോർഡ് യോഗത്തിൽ. ആ രാമദാസ് മാഷ് വെച്ച പ്രപ്പോസലിനെ പിന്തുണയ്ക്കുന്നത് MC അസീസ് ലീഗിന്റെ നേതാവാണ്. യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ, ഒപ്പം പഞ്ചായത്തിൽ ആത്മാർത്ഥതയുള്ള യൂത്ത് ലീഗിന്റെ പ്രവർത്തകരുണ്ടെങ്കിൽ ഇവരുടെ ഈ കള്ളത്തരം നിങ്ങൾ വെളിച്ചെട്ട് കൊണ്ടുവരണം. ആത്മാഭിമാനമുള്ള കൊപ്പത്തെ യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകർ നിങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഇതാണ് കൊപ്പത്തെ അവസ്ഥ ഇതാണ്. ഇവർ പറയാണ് BJP-യിൽ നിന്ന് രാജിവെച്ചാൽ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുമെന്ന. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്തിനാണ് BJP പുറത്താക്കിയത്. BJP-യുടെ ജില്ലാ പ്രസിഡന്റിന്റെ പഞ്ചായത്താ കൊപ്പം. ആ BJP-യുടെ ജില്ലാ പ്രസിഡന്റിന്റെ പഞ്ചായത്തിൽ BJP-യുടെ ജില്ലാ പ്രസിഡന്റ് ഒപ്പുവെച്ച ഒരു വിപ്പ് ലംഘിച്ച ഒരു BJP താമര ചിഹ്നത്തിൽ ജയിച്ച ഒരു മെമ്പറെ പുറത്താക്കാൻ ആത്മാർത്ഥതയും തന്റെ ഇടവും BJP-ക്കുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. അവർക്ക് ആദ്യമായിട്ടാണ് BJP-ക്ക് ഒരു മെമ്പറെ കിട്ടുന്നത്. ആ മെമ്പറെ നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിലും തങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ഒപ്പുവെച്ച ഒരു വിപ്പ് വാങ്ങി അതിനനുസരിച്ച് വോട്ട് ചെയ്യാൻ കഴിയാത്ത ആ ഒരു പ്രവർത്തകനെ ഇവർക്ക് പുറത്താക്കാൻ മാത്രമല്ല അവരുടെ ആ അംഗത്വം റദ്ദാക്കാനും രാജിവെക്കാൻ ആവശ്യപ്പെടാനും ധൈര്യവും നട്ടെല്ലും ഉണ്ടോ BJP-യുടെ നേതൃത്വത്തിന് എന്ന് ഞങ്ങൾ ചോദിക്കുക. അത് മാത്രമല്ല, ഇവരുടെ അജണ്ട എന്ന് പറയുന്നത് ഇവൻ പുറത്താക്കി കഴിഞ്ഞാൽ ഇവൻ സ്വതന്ത്രനായി എന്ന മുസ്ലിം ലീഗ് നേതാവ് പറയുന്നത്. സ്വതന്ത്രനായി കഴിഞ്ഞാൽ അവന്റെ വോട്ട് ഞങ്ങൾക്ക് വാങ്ങാമെന്നുള്ള രൂപത്തിലാണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്.
സ്വതന്ത്രനായി കഴിഞ്ഞാലും പുലാശ്ശേരിയിലെ RSSന്റെ പ്രമുഖനായ ഒരു നേതാവാണ് ഇദ്ദേഹം. RSSൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ അഭിലാഷിനെ? BJPയിൽ നിന്ന് പുറത്താക്കാം. BJPയിൽ മെമ്പറാവാൻ എന്താ പണി? മിസ് കോൾ അടിച്ച മെമ്പറാവുന്ന BJPയിൽ നിന്ന് പുറത്താക്കി എന്നാ പറയുന്നത്. നാളെ ഞാനും നിങ്ങളും ഒക്കെ മിസ് കോൾ അടിച്ചാൽ BJPയിൽ മെമ്പറാവാം. അങ്ങനത്തെ ഒരാളെ BJPയിൽ നിന്ന് പുറത്താക്കി. RSS നിന്ന് പുറത്താക്കിയോ? RSSന്റെ പ്രവർത്തകന്റെ വോട്ട് വാങ്ങാമെന്ന് മുസ്ലിം ലീഗിന്റെ നേതാവ് പരസ്യമായി പത്രക്കാരോട് പറയുക. ഇതിലും വലിയ അപമാനമുണ്ടോ ഈ മുസ്ലിം ലീഗിന് കൊപ്പത്ത്? ഈ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ കൊപ്പത്തെ UDFന്റെ ബുദ്ധിയും വിവരവുമുള്ള ആത്മാഭിമാനമുള്ള പ്രവർത്തകർ തിരിച്ചടിക്കും, ആഞ്ഞടിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. കൊപ്പത്തെ വികസനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആരോപണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒക്കെ മറുപടി പ്രസിഡന്റ് പറയും. കൊപ്പത്തെ ജനങ്ങൾക്ക് ഈ പ്രസിഡന്റിൽ വിശ്വാസമുണ്ടായിരുന്നു. കൊപ്പത്തെ ജനങ്ങൾക്ക് ഈ പ്രസിഡന്റിൽ വിശ്വാസമുണ്ട്. വികസനത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റാണ്. ഇവർക്ക് എന്താ വിശ്വാസമില്ലാത്തത്? ഇവർക്ക് രാഷ്ട്രീയ മതം എന്നുള്ളതൊക്കെ സ്വന്തം കള്ളക്കച്ചവടം നടത്താനുള്ള ഒരു മാർഗം മാത്രമാണ്. കള്ളക്കച്ചവടം നടത്താനുള്ള മാർഗമാണ് മതവും രാഷ്ട്രീയവും. കൊപ്പത്തെ മുസ്ലിം ലീഗിന് അവർക്ക് ഈ പ്രസിഡന്റിനെ പേടിയുണ്ടാവും. കാരണം അവരുടെയൊക്കെ കയ്യേറ്റങ്ങൾ ഒഴിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് കൊപ്പം മങ്ങാടിയിൽ ഈ പ്രസിഡന്റാണ്. ഈ പ്രസിഡന്റിന് അവർക്ക് അവിശ്വാസം ഉണ്ടാവും. പക്ഷെ കൊപ്പത്തെ വികസനം കാക്ഷിക്കുന്ന ജനങ്ങൾക്ക് ഈ പ്രസിഡന്റിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കൊപ്പത്തെ ജനങ്ങളോടാണ് വിശ്വാസമുള്ളത്, പ്രതിബദ്ധതയുള്ളത്. ഈ ജനങ്ങൾക്കിടയിൽ ഈ പ്രസിഡന്റിന്, ഈ മുൻ പ്രസിഡന്റായിട്ടുള്ള T ഉണ്ണീഷിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കും. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് മുന്നേറുക തന്നെ ചെയ്യും. ഇവരുടെ ഈ ഒരു അവിശുദ്ധ സഖ്യത്തിനെതിരെ ഞങ്ങൾ ആഞ്ഞടിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇന്നലെ ഉണ്ടായ UDFന്റെ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് രണ്ട് ലോക്കൽ സെക്രട്ടറിമാരും അതിൻ്റെ രാഷ്ട്രീയ മറ്റു കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. നിരവധി ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ഒരു ഒന്നര വർഷത്തോളമായി ഭരണം കിട്ടിയിട്ട് നമുക്ക് ഒരു 5 വർഷത്തിലധികം ചെയ്യാവുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ വളരെ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് നമ്മൾ നടത്തിയിട്ടുണ്ട്. നേരത്തോടെ സൂചിപ്പിച്ച പോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രൂപപ്പെട്ട ആ മുക്കൂട്ട് മുന്നണിയുടെ എല്ലാ കുതന്ത്രങ്ങളും നമ്മുടെ പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതികളെ, വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വെക്കാൻ ശ്രമിച്ചപ്പോഴും അതിനെയെല്ലാം വളരെ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട്, വലിയ രീതിയിൽ ഇടപെട്ടുകൊണ്ട്, എതിർത്തുകൊണ്ടാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ നിരവധി വികസന പ്രവർത്തനം നടപ്പാക്കിയിട്ടുണ്ട്. അതൊക്കെ കണ്ണ് തള്ളി വിരളി പൂണ്ടതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ 5 വർഷം പൂർത്തീകരിച്ചാൽ കൊപ്പം പഞ്ചായത്തിൽ UDFന്റെ നില പരിതാപകരമാവുമെന്ന് കണ്ടതിന്റെ ഭാഗമായിട്ടാണ് BJPയുടെ അംഗത്തെ കൂടി വലിയ കോഴ കൊടുത്ത് ഒരു പഞ്ചായത്തിലെ പാർട്ടിയെ മൊത്തം വിലക്കെടുക്കാൻ മാത്രം വലിയ കോടികളുടെ ഇടപാട് നടന്നിട്ടുണ്ട്. അത് ഞങ്ങൾ അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അത് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരാതിപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നോക്കിയപ്പോൾ നിങ്ങൾ ഇവിടെ ആരോപണം ഉന്നയിക്കുന്നത് ഈ പ്രസിഡന്റ് സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടില്ല എന്നാണ്. ഇത് കൊപ്പം പഞ്ചായത്തിലെ സാധാരണ ജനങ്ങളോട് പറഞ്ഞാൽ അതിനെ ആ ജനങ്ങൾ തികഞ്ഞ അവജ്ഞയോടുകൂടി തള്ളുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാവും പകലുമില്ലാതെ എൻ്റെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് എവിടെ വിളിച്ചാലും അവിടെ എത്തുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റ് മുൻകാലങ്ങളിലെ UDFന്റെ നേതാക്കന്മാരെ പോലെ വീട്ടിലേക്ക് വിളിച്ച് പ്രമാണിത്വം കാണിക്കാതെ അവർ വിളിക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ അങ്ങോട്ട് എത്തി അവരുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ വലിയ ഒരു പിന്തുണ നമുക്ക് UDFന്റെയും BJPയുടെയും മറ്റ് കോൺഗ്രസിന്റെയും ഒക്കെ അണികളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ മുതൽ ഈ നേരം വരെ ഒരുപാട് ആളുകൾ വിളിച്ച് വളരെ വലിയ പിന്തുണ തന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരം. വീട് കൊടുത്തില്ല എന്നാണ് ഇവരുടെ UDFന്റെ ആക്ഷേപം. നമുക്കറിയാം, കേരളത്തിലാകെ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി ലക്ഷക്കണക്കിന് വീടുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അർഹരായ ആളുകൾക്ക്. UDF 2015 വരെ ഭരിച്ചപ്പോ എന്താണ് നമ്മുടെ കൊപ്പം പഞ്ചായത്തിലുണ്ടായിരുന്നത്? ആനുകൂല്യങ്ങൾ കൊടുത്തവർക്ക് തന്നെ കൊടുക്കുന്നൊരു സ്ഥിതി. ഒരു പിടി സ്ഥല കച്ചവടക്കാരുടെ ഒരു കേന്ദ്രമായി പഞ്ചായത്ത് മാറിയിരുന്നു. അവരെല്ലാം തൂത്തെറിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ 2015 മുതൽ 2020 വരെ P സുബിതയുടെയും ബാലുമാസ്റ്ററുടെയും നേതൃത്വത്തിലുള്ള ഭരണസമിതി ആ പഞ്ചായത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത്. അതിന്റെ ഭാഗമായി ISO അംഗീകാരം നമ്മുടെ പഞ്ചായത്തിന് കിട്ടുക. പഞ്ചായത്തിൽ വരുന്ന ഒരാളുകൾക്ക് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും സൗകര്യമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പട്ടി വെറ്റുകിടക്കുന്ന ഒരു സാഹചര്യം.
അതിൽ നിന്നെല്ലാം മാറി ഒരു ജനകീയ പഞ്ചായത്താക്കി മാറ്റിയത് കഴിഞ്ഞ ഭരണസമിതിയുടെ ഭാഗമായിട്ടാണ്. അതിന്റെ തുടർച്ചയാണ് ഈ കഴിഞ്ഞ 1.5 വർഷത്തോളം വളരെ വലിയ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് നമ്മൾ വികസന പ്രവർത്തനം നടത്തിയത്. വീട് കൊടുത്തില്ല എന്ന് പറയുന്ന UDF-ന്റെ നേതാക്കന്മാർ 2015-ൽ KP ധന്യയുടെ നേതൃത്വത്തിൽ ഭരണം നടത്തുമ്പോഴാണ് ഒരു ക്രിസ്ത്യൻ മിഷണറി നമ്മുടെ കൊപ്പം പഞ്ചായത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാമെന്നൊരു പദ്ധതിയുമായി വന്നപ്പോൾ അവരിൽ നിന്നൊക്കെ 2500 രൂപ വീതം കെട്ടുതാലി പിടിച്ചു പറിച്ചുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് 2500 രൂപ വീതം വാങ്ങി അവർക്ക് വീടും കൊടുത്തില്ല. 4-5 പേർക്ക് വീട് കൊടുത്തു. പട്ടിക്കൂട് പോലെ അവരിന്നും ദുരിതം പേറുകയാണ്. അവർക്ക് പിന്നീട് വന്ന ഭരണസമിതികളാണ് അതെല്ലാം താമസയോഗ്യമാക്കി കൊടുത്തത്. അങ്ങനെ അന്നത്തെ ആ ജനങ്ങളുടെ കണ്ണീരാണ് പിന്നീട് കൊപ്പം പഞ്ചായത്ത് UDF-നെ തൂത്തെറിഞ്ഞത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇപ്പൊ BJP-യായി കൂട്ടുകൂടിയാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ മുന്നേറിയത്. ആ മുന്നണി ഇപ്പോഴും നടക്കുക. നോക്കിയപ്പോ നിങ്ങള് അത് മാത്രമല്ല, VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി EMS ഭവന പദ്ധതി എന്ന് പറഞ്ഞ് വാരിക്കോരി വീട് കൊടുക്കുമ്പോൾ കൊപ്പം പഞ്ചായത്തിൽ ഈ UDF-ന്റെ അന്നത്തെ ഭരണസമിതി അതിനെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എത്ര വീടുകളെ കൊടുത്ത നാമമാത്രമായ വീടുകൾ, 10-20 വീടുകൾ. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഈ ലൈഫ് പദ്ധതി. ഇപ്പൊ കൊപ്പം പഞ്ചായത്തിൽ 997 അപേക്ഷകൾ വന്നിട്ടുണ്ട്. അത് മറ്റു പഞ്ചായത്തുകളെക്കാൾ കൂടുതൽ മുന്നേ സർവേ പൂർത്തീകരിച്ച് ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ ലിസ്റ്റ് വന്നിരിക്കുകയാണ്. അതിന്റെ സൂപ്പർ ചെക്കിംഗ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 989 അപേക്ഷകൾ പരിശോധിച്ച് ഇപ്പൊ പഞ്ചായത്തിൽ ലിസ്റ്റ് ആയിരിക്കാം. അടുത്ത മാസം മുതൽ കൊപ്പം പഞ്ചായത്തിൽ വരുന്ന ഇത്തരം അപേക്ഷകർക്കൊക്കെ വീട് വാരിക്കോരി കൊടുക്കുമ്പോൾ ഇവരെ ജനങ്ങൾ പുറംകാലുകൊണ്ട് ചവിട്ടും എന്നത് മനസ്സിലാക്കിയാണ് ഇപ്പൊ ഈ അവിശ്വാസ പ്രമേയം. നമ്മുടെ പഞ്ചായത്തിൽ റോഡുകൾ തകർന്നു കിടക്കുകയെന്ന് പറഞ്ഞത്. കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്ത് പ്രാദേശിക റോഡുകൾ മുഴുവനായും ഗതാഗത യോഗ്യമാക്കിയിരിക്കുമ്പോഴാണ് ജലജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതി വന്നത്. അതിന്റെ ഭാഗമായി കുടിവെള്ള പദ്ധതി വന്നപ്പോൾ പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി ചില റോഡുകൾ പൊളിച്ചിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ നമ്മള് 34 ലക്ഷം രൂപ കഴിഞ്ഞ ബോർഡില് ഈ റോഡുകൾ പൊളിച്ച റോഡുകൾ നേരേക്കാനായിട്ട് 34 ലക്ഷം രൂപ മാറ്റിവെച്ചപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 8 വാർഡിൽ മാത്രമാണ് അത് റിപ്പയർ ചെയ്യാൻ ഉപയോഗിച്ചത്. ഈ പറയുന്ന റോഡ് തകർന്നു എന്ന് പറയുന്ന പ്രമാണിമാർ, മെമ്പർമാർ, UDF-ന്റെ ആളുകൾ, BJP-യുടെ രംഗം അവർ പുതിയ റോഡ് ഉണ്ടാക്കുക ചെയ്തത്. ഇനി ജലജീവൻ മിഷൻ ഇതിന് നഷ്ടപരിഹാരമായി തരുന്നതോടുകൂടി റോഡുകളെല്ലാം ഗതാഗത യോഗ്യമാക്കാൻ പോവുക. തെരുവുകളൊക്കെ കത്തുന്നില്ല എന്ന ആക്ഷേപം. നോക്കൂ നിങ്ങളെ, നിലാവ് പദ്ധതി, സംസ്ഥാന സർക്കാരിന്റെ നിലാവ് പദ്ധതി പ്രകാരം കൊപ്പം പഞ്ചായത്തിൽ 1000-ഓളം സ്ട്രീറ്റ് ലൈറ്റുകൾ ഇട്ടു. ഏത് വാർഡിലും ഒരു നിബന്ധനയുമായി വാരിക്കോരിയിടുമ്പോ ഇവർ മതി എന്ന് പറഞ്ഞ് തിരിച്ചയച്ചതാണ്. അങ്ങനെയാണ് ആ പദ്ധതി അവിടെ നിർത്തിവെച്ചത്. മാത്രമല്ല കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ നമ്മൾ ഒരു വാർഡിലേക്ക് 12 പുതിയ ലൈറ്റുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. റിപ്പയർ ചെയ്യുന്നതിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഓരോ വർഷവും നമ്മൾ 5 ലക്ഷം വെച്ച് അത് കൃത്യമായി റിപ്പയർ ചെയ്താൽ, ഇന്ന് റിപ്പയർ ചെയ്താൽ പിന്നെ 4 മാസം കഴിഞ്ഞിട്ടാണ് റിപ്പയർ ചെയ്യുക. അപ്പോൾ അതിന്റെ പിറ്റേ ദിവസം ലൈറ്റ് കെട്ടാൽ അതവിടെ കിടക്കുക. അത് മാറ്റി പൊതുജനങ്ങളുടെ നികുതി പണത്തിനൊരു ഗുണമുണ്ടാകണമെന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് ഒരു തനതായ പദ്ധതി ആവിഷ്കരിച്ചു. നമ്മൾ സ്ഥിരമായി പഞ്ചായത്ത് റിപ്പയർ ചെയ്യാൻ ഒരാളെ വെച്ചു. അതിനാവശ്യമായ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ ഒരാളെ വെണ്ടർ സ്വീകരിച്ചു. എല്ലാ നടപടി പൂർത്തീകരിച്ച് ഇതായി ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഇവരുടെ അവിശ്വാസ പ്രമേയം. അതോടുകൂടി ഇവർക്ക് അടിപതറുമെന്ന് കണ്ടതിന്റെ ഭാഗമാണ്. പിന്നെ സംസ്ഥാന സർക്കാർ പദ്ധതികൾ ഉയർത്തിക്കാട്ടി അതൊക്കെ തന്റേതാണ് എന്ന് മേനി നടിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞത്. തീർച്ചയായും ചങ്കൂറ്റത്തോടുകൂടി പറയാം, ഈ സംസ്ഥാന സർക്കാർ പദ്ധതികളൊക്കെ തിരുവനന്തപുരത്ത് പോയിട്ടും MLA കണ്ടും ഒക്കെ കൊപ്പം പഞ്ചായത്തിലേക്ക് നിരവധി പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് കണ്ണു നിറഞ്ഞു നോക്കാൻ നമുക്ക് കൊപ്പം മണ്ഡലത്തില്, കൊപ്പം പഞ്ചായത്തിലെ കൊപ്പം സെന്ററിൽ, കൊപ്പം ടൗണിൽ 2 കോടി രൂപ നിലവിൽ ഇവിടെ ഈ പറയുന്ന ആളുകളൊക്കെ കയ്യേറി കൊപ്പം ടൗണ് മണിക്കൂറുകളോളം ബ്ലോക്ക് ഉണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മഴ പെയ്താൽ ചളിക്കുളമായി കിടന്നിരുന്ന ആ കൊപ്പം അങ്ങാടിയെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു അങ്ങാടിയാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. 2 കോടി രൂപ MLA ഫണ്ട് അനുവദിച്ചപ്പോൾ കൂടെ നിന്ന് രാവും പകലും നിന്ന് ഞങ്ങളതൊക്കെ കയ്യേറ്റം, മുഖം നോക്കാതെ നടപടിയെടുത്ത കയ്യേറ്റം ഒഴിപ്പിച്ച് ഇന്ന് സുന്ദരമായ അങ്ങാടിയാണ്. വീണ്ടും ഞങ്ങൾ നിന്നില്ല. MLA കുട്ടി മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കണ്ടതിന്റെ ഭാഗമായി 4 കോടി രൂപ കൂടി വന്നിട്ടുണ്ട്.
ഞങ്ങൾ പറഞ്ഞത് വെറുതെയല്ല. ഒപ്പം അങ്ങാടിയെ യൂറോപ്യൻ മാതൃകയിലാക്കും എന്ന് പറഞ്ഞത് വെറുതെയല്ല. ഈ നാട്ടിലെ ജനങ്ങൾ, രാജ്യം പറഞ്ഞ പോലെ ഈ നാട്ടിലെ ജനങ്ങളിലാണ് ഞങ്ങൾക്ക് വിശ്വാസം, ഇവരുടെ മുക്കൂട്ട് മുന്നണിയിലല്ല. ഈ ജനങ്ങൾക്ക് ഞങ്ങളെയും വിശ്വാസമാണ്. അത്തരത്തിലുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നടപ്പാക്കാൻ പോയിക്കൊണ്ടിരിക്കുക. അത് മാത്രമല്ല, ഇവിടെ എന്നെ കൂടി പഠിപ്പിച്ച ഒരു മാഷ് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മുമ്പിൽ വന്ന് ശുദ്ധ അസംബന്ധം വിളിച്ചു പറയുക. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പുണ്യ റംസാൻ മാസത്തിൽ പറയുമ്പോൾ ഒരു അധ്യാപകനാണ്, ജനങ്ങൾ വിലയിരുത്തുമെന്നൊരു ചിന്ത ഉണ്ടാകണം. മാതൃകാ അധ്യാപകൻ അവാർഡ് വാങ്ങിയ ഒരു മാന്യൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് കല്ല് വെച്ച നുണ പറയുമ്പോൾ ഇത് ജനം തിരിച്ചറിയുമെന്നൊരു ധാരണ. NRS പദ്ധതി അട്ടിമറിച്ചതാണ് പറയണം. 6 മാസത്തോളം അതിൽ RSSന്റെ നോമിനിയെ തിരികെ കയറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ആ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേമന്മാരാണ് ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതി മോശമാണ് എന്ന് പറയുന്നത്. ഇവർ 6 മാസത്തോളം അവിടെ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്, RSSന്റെ നോമിനികളെയൊക്കെ തിരികെ കയറ്റിയിട്ടുള്ള ഒരു വികസനവും ഞങ്ങൾക്ക് വേണ്ട. അത് ഞങ്ങൾക്ക് ജനങ്ങൾ തന്ന ഒരു വിശ്വാസമുണ്ട്, ഒരു കരുത്തുണ്ട്. അത് ഞങ്ങളുടെ ഭാഗമായി ഞങ്ങളത് മാറ്റിവെച്ചു. എന്നിട്ട് അങ്ങനെ 6 മാസം പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും ഈ വർഷങ്ങളിൽ വളരെ മികച്ച രീതിയിൽ NRS പദ്ധതി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ 700 ചില കുടുംബങ്ങൾക്ക് തൊഴിൽ നൽകിയിട്ടുണ്ട്. അതിൽ 300ഓളം കുടുംബങ്ങൾ 100 ദിനം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ വിവരമില്ലെങ്കിൽ അത് അത് കാണിക്കുന്ന സാഹചര്യം വളരെ ലജ്ജാകരമാണ്. ഈ മാഷോട് നമുക്ക് പറയാനുള്ളത്, NRS ഫണ്ട് ലാപ്സായി അതിന്റെ കുറെ കണക്കുകൾ അവതരിപ്പിക്കുക. ആരോടാണ്? അറിയില്ലെങ്കിൽ മുണ്ടാതിരിക്കണം, അല്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കണം. മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പൊതുജനങ്ങളോട് വിളിച്ചു പറയുമ്പോൾ അവരെ ചെരുപ്പൂരി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതിലേക്ക് നയിക്കരുത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ അങ്ങനെ ഒരു സംവിധാനമില്ല. നമുക്ക് അനുവദിക്കുന്ന നമ്മുടെ ഈ അവിദഗ്ധ തൊഴിലാളികൾ പണിയെടുക്കുന്ന അതിൽ നിന്നും വരുന്ന ഫണ്ടിന്റെ 40% നമ്മൾ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുക. അതെല്ലാം പൂർണ്ണമായി നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. 2020-21 2,80,00,000 നമ്മൾ പദ്ധതി ചെലവഴിച്ചിട്ടുണ്ട്. 2021-22 ഈ പ്രശ്നം ഒക്കെ നിലനിൽക്കുമ്പോഴാണ് നമ്മൾ 1,85,00,000 രൂപ അത്തരത്തിൽ പദ്ധതി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ ചില കള്ളക്കണക്കുകൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ആട്ടിൻകൂട്, കോഴിക്കൂട്, കിണറുകള്, പൊതു കിണറുകൾ, ഓപ്പൺ കിണറുകള്, നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് പറയാനുള്ളത്, നമ്മുടെ കൊപ്പം പഞ്ചായത്തിലുള്ള പ്രബുദ്ധരായ മുസ്ലിം സഹോദരങ്ങളോടാണ്. പള്ളി കമ്മിറ്റി, എല്ലാവരും ബഹുമാനിക്കുന്ന പള്ളി കമ്മിറ്റിയുടെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നവർ അതിന്റെ മാന്യരായി ഇരിക്കുമ്പോഴാണ് അത്തരം വിഭാഗങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പുറത്തിറങ്ങി നടക്കാൻ കഴിയുക. ഇതിന്റെയൊക്കെ നേതൃസ്ഥാനത്ത് ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ പുണ്യ റംസാൻ മാസത്തില് ഇങ്ങനെ നുണ പറഞ്ഞ് RSSനെ കൂട്ടുപിടിച്ച് ഇത്തരത്തിലുള്ള ജനങ്ങളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്ന നിലപാടിനെതിരെ ഈ പൊതുസമൂഹം ഉണരണം എന്നും കൂടി ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് പറയാം.